ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ചോര വിയർത്തും പ്രാർത്ഥിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥന വഴി ശക്തിപ്പെടുന്നവരാകുവാൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ചോര വിയർത്തും പ്രാർത്ഥിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥന വഴി ശക്തിപ്പെടുന്നവരാകുവാൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ചോര വിയർത്തും പ്രാർത്ഥിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥന വഴി ശക്തിപ്പെടുന്നവരാകുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 119 സെഷനാണല്ലോ ഇത്. 3-ാം പ്രമാണത്തെക്കുറിച്ചുള്ള 49-ാമത്തെ സെഷനും ഒപ്പം പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തില് ജപമാലയിലൂടെ ഈശോയുടെ മുഖങ്ങളും വിവിധങ്ങളായ ജീവിതത്തിന്റെ രംഗങ്ങളും ധ്യാന വിഷയമാക്കി പഠന വിഷയമാക്കിക്കൊണ്ടുള്ള അമ്മയുടെ പള്ളിക്കൂടത്തിൽ ഇരിക്കലിന്റെ 18ാമത്തെ സെഷൻ അല്ലെങ്കിൽ പീരീഡുമാണല്ലോ. നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ദുഃഖത്തിന്റെ 1-ാം രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. അതിൽ കടക്കുന്നതിന് മുൻപ് നമ്മുടെ ലഘുപുസ്തക പരമ്പരയുടെ അടുത്ത ലക്കം തയ്യാറായിട്ടുണ്ട്. അത് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. 9ാമത്തെ ലക്കം നിങ്ങൾ പലർക്ക് കിട്ടിക്കാണും. ഒരു സംഖ്യ എടുത്ത് വരിക്കാരായിരിക്കുന്നവര് കിട്ടിയിട്ടില്ല എങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട നമ്പറിൽ വിവരം അറിയിക്കണം. വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ അയക്കാൻ ശ്രദ്ധിക്കുകയാണ്. വിമാന സർവീസുകൾ കുറവായിരിക്കുന്നത് കൊണ്ട് അല്പം സാവകാശ രൂക്ഷ വന്നേക്കും തോന്നുന്നു. വിദേശങ്ങളിലുള്ള ആൾക്കാർക്ക് നേരത്തെ വരിക്കാരായവർക്കും മാർച്ച് ലക്കങ്ങളും അയക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം വിമാന സർവീസ് എല്ലാം ക്യാൻസലായി പോയത് കൊണ്ട്. ഇത് നമ്മൾ ദൈവം പൈശാചിക ശക്തികളെ നേരിട്ട് കീഴ്പ്പെടുത്തുന്നില്ല എന്നുള്ള വളരെ നിർണായകമായ ഒരു പാഠം ആണ് നമ്മളിവിടെ ദൈവരായ രഹസ്യങ്ങൾ ഈ പുസ്തകത്തിൽ ശ്രദ്ധിക്കുന്നത്. അമലേക്കർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മോശ അഹറോനെയും ഹൂറിനെയും കൂട്ടി മലമുകളിൽ കരമുയർത്തി പിടിച്ച് വടി കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്ന രംഗം. മോശയുടെ പ്രാർത്ഥന അനുസരിച്ചാണ് ശക്തി ഡൗൺലോഡ് ചെയ്ത് വന്ന് താഴ്വാരത്തിൽ യുദ്ധം ചെയ്യുന്ന ജോഷുവയ്ക്ക് കൂട്ടർക്കും വിജയമുണ്ടാകുന്നത്. മോശ കൈ താത്തുമ്പോൾ ജോഷുവെ കൂട്ടരും പുറകോട്ടടിച്ചു. മോശ ഈ കൂട്ടരെ ഇവര് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ജോഷുവെ കൂട്ടരും മുന്നോട്ട് കയറി. അങ്ങനെ വൈകുന്നേരം വരെ ഒരു പോരാട്ടം നടത്തി. അതിലൂടെയാണ് അമലേക്കിനെയും കൂട്ടരെ തോപ്പിക്കുന്നത്. അതേക്കുറിച്ച് തമ്പുരാൻ പറയുന്നുണ്ട്, ദൈവം അമലേക്കിനെതിരെ തലമുറ തോറും പൊരുതിക്കൊണ്ടേ ഇരിക്കും. ദൈവമാണ് പൊരുതുന്നത്, ദൈവമാണ് നമുക്കൊരു യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് നമുക്ക് വിജയം നേടി തരുന്നത് എന്നുള്ളത് അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവം നേരിട്ട് തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കുകയാണ്. നമ്മൾ ഇതുപോലെ പ്രാർത്ഥനയിൽ തമ്പുരാന്റെ മുൻപിൽ നിൽക്കണം. യോശുവയും കൂട്ടരും പൊരുതുപോലെ ഇറങ്ങി പ്രവർത്തിക്കാനും തയ്യാറാകണം. നമ്മുടെ പ്രവർത്തനത്തിലൂടെ, പ്രാർത്ഥന അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ, സഹകരണത്തിലൂടെ മാത്രമേ ദൈവം ഇടപെടുകയുള്ളൂ. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പിശാചിനെ കുറിച്ചൊക്കെ പറയും, പല ആൾക്കാരും പറയും പിശാച് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ഉണ്ടെങ്കിൽ തന്നെ എന്നെ ഞങ്ങൾക്കത് വലിയ പേടിയൊന്നുമില്ല, ദൈവം ഉണ്ടല്ലോ, ദൈവത്തെക്കാൾ വലിയ ആളൊന്നുമല്ല ശക്തൻ പിശാച്, പിന്നെ എന്തിനാ തച്ച് പേടിക്കാതിരിക്കുന്നത്? പലരും പെട്ടെന്ന് പറഞ്ഞൊരു ചിന്തയാണിത്. ദൈവത്തെക്കാൾ
ഒന്നും വലുതല്ല, ദൈവവുമായിട്ട് താരതമ്യം പോലും പറ്റുകയല്ല സാത്താൻ, പിശാച് എന്നുള്ള അരൂപികളെ പറ്റി. കാരണം അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ദൈവത്തിന് മുമ്പിൽ ഈ പൈശാച്, ഈ അരൂപികൾ എന്ന് പറയുന്ന സൃഷ്ടികൾ ഒന്നുമല്ല. ദൈവം തൻ്റെ തന്നെ സൃഷ്ടിയായ ഏതെങ്കിലും ഒരു സാത്താന്, പിശാചുക്കൾ, ഒരു മനുഷ്യരാട്ടെ, ആർക്കെങ്കിലും എതിരെ ദൈവം ഒരു നോ പറഞ്ഞാൽ പിന്നെ ആ അരൂപി അല്ല സാത്താൻ എന്തോ ആയിക്കോട്ടെ, അതൊരു പൊടി പോലും കാണില്ല, അപ്പോഴേ തീർന്നു പോകും. സൃഷ്ടാവായ സർവശക്തനായ ദൈവം, ഈശോ അത്തിമരത്തോട് പറഞ്ഞു ഉണങ്ങിപ്പോകട്ടെ, തൽക്ഷണം ഉണങ്ങിപ്പോയി. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് തീർന്നതാണ്. സാത്താനും പിശാചുക്കൾ തീർന്നു പോകും. പക്ഷെ ദൈവം അങ്ങനെ പറയില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവം അങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവം തന്നെയാണ് മാലാഖമാരെയും മനുഷ്യരെയും പ്രത്യേകമായ രീതിയിൽ സ്വാതന്ത്ര്യം, വിശേഷ ബുദ്ധി, സ്വതന്ത്ര മനസ്സ് ഉള്ളവരായിട്ട് സംവിധാനം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം കൊടുത്ത ആ സ്വാതന്ത്ര്യം ദൈവം പിൻവലിക്കുകയാണ്. അതുകൊണ്ട് മാലാഖയ്ക്ക് കൊടുത്ത സ്വാതന്ത്ര്യം കുറച്ച് പേർ അത് വെച്ച് പിശാചുക്കളായി കഴിഞ്ഞപ്പോൾ പിശാചുക്കളുടെ അവസ്ഥയിൽ അവർക്ക് ആ കരുത്തുകളെല്ലാം ഉണ്ട്. കുറേയെല്ലാം ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അത് വെച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ദൈവം അവർക്ക് കൊടുത്ത സമയം തീരുന്നിടം വരെയും അവിടെ അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ സകല പദ്ധതികൾ തകർക്കാൻ, മനുഷ്യരെ തകർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ഈ സുവിശേഷങ്ങൾക്ക് അനുസരിച്ച്, ഈ ദൈവരായ രഹസ്യങ്ങൾക്ക് അനുസരിച്ച് കാര്യം മനസ്സിലാക്കിയെടുത്തതനുസരിച്ച് തമ്പുരാന്റെ ശക്തി മോശയെ കൂറുമ്പോൾ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥന വഴി നമ്മിലേക്ക് നിറച്ച് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ശക്തിയോടുകൂടി നമ്മൾ പൈശാചിക അരികൾക്കെതിരെ നിലകൊള്ളുമ്പോൾ അവിടെ അവ തോക്കും, പരാജയപ്പെടും. അങ്ങനെ മാത്രമേ നമുക്കെതിരെ വരുന്ന പൈശാചിക അരുവികളെ ദൈവം തോൽപ്പിക്കുകയുള്ളൂ. ദൈവം ഉണ്ടല്ലോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നയാളാ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പലപ്പോഴും കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഇച്ചിരിയൊക്കെ പ്രാർത്ഥന എനിക്കുണ്ട്, അതുകൊണ്ട് ഈ കൂടോത്രവും മന്ത്രവാദം പിശാചി സാത്താനും ഒന്നും എനിക്ക് പ്രശ്നമാണ്, ഞാനതിപ്പോൾ ചിന്തിക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ ഉദ്ദേശിക്കുന്നവരോ സുരക്ഷിതരായിരിക്കുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു പുസ്തകത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കത് വരുത്താൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പറഞ്ഞ ഇതിൽ കൂടെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അനേകര് ഈ നാളുകളിൽ ഒരു സംഖ്യ അയച്ചു തന്നും ബന്ധപ്പെട്ടും ആ മാസിക വരുത്താനായിട്ട് താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം മാസിക ഇതുവരെ ഉള്ളതും ഈ പുതിയതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ട് ഇത് പൈസ കൊടുത്ത് വരുത്താനായിട്ട് നിവൃത്തിയില്ല, സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അർഹിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഈ പുസ്തകം റേറ്റിലോ സൗജന്യമായിട്ടോ അയച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ കുറേ പേര് കുറച്ച് പൈസ കൂടുതലായിട്ട് അയച്ചു തന്നിട്ടുമുണ്ട്. നിങ്ങൾക്ക് പരിസംഖ്യക്ക് പുറമെ അത് ഞാൻ നന്ദിയോടുകൂടെ സ്വീകരിക്കുന്നു. അതനുസരിച്ച് കുറേ ആൾക്കാർക്ക് കൂടെ ഈ പുസ്തകം അയച്ചു കൊടുക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരു തീരെ നിവൃത്തി വിഷമമുണ്ട്, നിവൃത്തിയില്ല, വരുത്തുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ സഹകരിക്കുക. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ദൈവരാജ്യ രഹസ്യങ്ങൾ ഈ പുസ്തകം വഴിയായിട്ട് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത് 100 മേനി ഫലമണിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈ കോർത്ത് ബോധ്യങ്ങളെടുത്ത് ഇതുപോലെ പൊരുതുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുഃഖത്തിൻ്റെ 1ാമത്തെ ദിവ്യരഹസ്യമാണല്ലോ ധ്യാനിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടിച്ചേർത്തു, ചോര വിയർത്തും പ്രാർത്ഥിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ചോര വിയർത്ത് എന്നല്ല പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ വന്നത്. ചോര വിയർത്തും പ്രാർത്ഥിച്ചു. ചോര വിയർത്തിട്ടും പ്രാർത്ഥന നിർത്തിയില്ല, പ്രാർത്ഥന ഒഴിവാക്കിയില്ല. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് തിരിച്ചും മറിച്ചും എല്ലാം നല്ലതുപോലെ ഈ സെഷന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രാർത്ഥനയിലൂടെ അല്ലാതെ നമ്മൾ ഒരിടത്തും രക്ഷപ്പെടുകയില്ല. പ്രാർത്ഥന വഴിയല്ല. ഈശോ പറഞ്ഞില്ല, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. JCBയുടെയോ ഹിറ്റാച്ചിയുടെയോ ഒക്കെ ഈ കൈകൊണ്ട് ഇങ്ങനെ മാന്തി വലിയ മരങ്ങളും തെങ്ങിൻ ചുവടൊക്കെ കുറ്റിയൊക്കെ എടുത്ത് പൊക്കി മാറ്റിയിടുന്നു, വലിയ പാറയൊക്കെ പൊക്കിയെടുത്ത് കൊണ്ട് കളയുന്നു. അങ്ങനെയൊക്കെ പണി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ കൈയുടെ കരുത്തെന്ന് പറയുന്നത് ഈ ഹിറ്റാച്ചിയുടെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിലൂടെ കിട്ടുന്നതാണ്. ആ എഞ്ചിനുമായുള്ള ബന്ധം പലതരത്തിലാണ് ഈ കയ്യിലേക്ക് വരുന്നത്. അതിന് അതിൻ്റെതായ ലിവറുകളുണ്ട്, ഇങ്ങനെയുള്ള പമ്പുകൾ വഴിയായിട്ട്, ഇങ്ങനെ പിസ്റ്റണുകൾ വഴിയായിട്ട് ഇങ്ങനെ അത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അതിലേക്ക് ഓയിൽ ഒഴുകി വന്നതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇരുമ്പ് ദണ്ട് കൊണ്ട് അത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് നിന്നിട്ട്
ഡ്രൈവറായി പ്രവർത്തിപ്പിക്കുന്ന വ്യക്തി നിനക്ക് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ വലിയ കല്ലൊക്കെ ഇളക്കിയെടുത്ത് മാറ്റി അപ്പുറത്ത് കൊണ്ടിടുന്നത്, കുറ്റിയൊക്കെ പറിച്ച് മാറ്റി കളയുന്നത്. ഈ ബന്ധം ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയാൽ ഈ കൈ എന്ന് പറയുന്നത് അതിന് സ്വയമേ ഒന്ന് അനങ്ങാൻ പോലും പറ്റിയല്ല. നമ്മൾ അതിനത് മാറ്റി വെക്കാനായിട്ട് ആ സമയത്ത് എന്ന് കഴിഞ്ഞ് നമ്മൾ 5-6 പേര് കൂടി ഒറ്റപ്പിരുന്ന് അടിച്ചാൽ പോലും പൊങ്ങുകയല്ല, അതുപോലെ വെയിറ്റാണ്, അതിന് അനങ്ങാൻ പറ്റത്തില്ല. അപ്പൊ കൈയുടെ കരുത്ത് അസാമാന്യമാണ് എപ്പോഴും അതിൻ്റെ എഞ്ചിനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ. എഞ്ചിനിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ, അല്ലെ എഞ്ചിനുമായുള്ള ബന്ധം മോശമായി കഴിയുമ്പോൾ, വികലമായി കഴിയുമ്പോൾ, താറുമാറായി കഴിയുമ്പോൾ ഈ കൈക്ക് ഒന്നും ചെയ്യാൻ പോയി കുറ്റിയും കല്ലും മാറ്റാൻ പറ്റുമെന്ന് മാത്രമല്ല സ്വയം ഒന്ന് അനങ്ങാൻ പോലും പറ്റുകയില്ല. അത് ഈശോ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. 6 മാസം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിന് അതിൻ്റെ അമ്മയും അപ്പനെയും കൂടാതെ എന്ത് ചെയ്യാനായിട്ടാണ്? അമ്മയും അപ്പനും ഇല്ലാതെ കിടക്കുന്ന ഒരു കുഞ്ഞ് അത് തീർന്നു പോവുകയുള്ളൂ മണിക്കൂറുകൾക്കുള്ളിൽ. നമ്മൾ തമ്പുരാൻ്റെ കുഞ്ഞു മക്കളാണ്. ഈശോ അന്ത്യത്തിൽ പറയാൻ, എൻ്റെ കുഞ്ഞു മക്കളെ ഞാൻ അല്പസമയം കൂടി നിങ്ങളുടെ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ തമ്പുരാൻ്റെ കുഞ്ഞു മക്കളാണ്. എത്ര നരച്ചവരും വലിയ പുരുഷന്മാരോ സ്ത്രീകളോ വണ്ണമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും എന്തെല്ലാം ഉള്ളവരാണേലും നമ്മളെല്ലാം തമ്പുരാൻ്റെ കുഞ്ഞു മക്കളാണ്. അപ്പാന്ന് വിളിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ അവകാശമുള്ളവരും കടപ്പെട്ടവരുമാണ്. അങ്ങനെയുള്ള കുഞ്ഞുമക്കളായി നമുക്ക് ദൈവത്തെ കൂടാൻ ഒന്നും പറ്റത്തില്ല. അപ്പൊ തമ്പുരാന്റെ ഈ ഒരു ശക്തി നമ്മിലേക്ക് പ്രാർത്ഥന വഴി നമ്മൾ നേടിയെടുക്കണം. അതാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മജീവിതത്തില്. ഈശോയുടെ തന്നെ ജീവിതം നമ്മൾ നേരത്തെ പ്രഭാഷണം കണ്ടിട്ടുണ്ട്. ഈശോ പോലെ എന്തുമാത്രം സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞൊരു മുഴുവൻ എന്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലണം. അമ്മയുടെ പള്ളിക്കൂടത്തിൽ എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു 9 കരുണക്കൊന്ത എങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അതുപോലെ അഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദിവസേന കയറി വരുന്നുണ്ട്. വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കായലിൽ കൂടിയോ മാറ്റിക്കൂടിയോ വെള്ളം വള്ളത്തിനകത്തോട്ട് കയറി നമ്മൾ ചിന്തിച്ചതല്ലേ? വള്ളത്തിൻ്റെ ഓട്ടോ വഴിയായിട്ടോ അല്ലെങ്കിൽ വെള്ളം ഓളം അടിച്ച് കയറിയോ, എങ്ങനെയായാലും വള്ളത്തിനകത്ത് വെള്ളം വേണ്ട. വെള്ളം വള്ളത്തിനകത്ത് കയറും തോറും വള്ളം താന്നുകൊണ്ടേയിരിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ മുങ്ങിപ്പോകും. വീണ്ടും വേറെ അസുഖം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ഈ മുങ്ങാൻ മാത്രമൊന്നും വെള്ളം ഇല്ലെങ്കിൽ പോലും ഈ വള്ളത്തിനകത്ത് ഇരുന്ന് നിന്ന് യാത്ര ചെയ്യുന്നവരുടെ ഡ്രസ്സും ചെരുപ്പും കാലും എല്ലാം ഈ വെള്ളത്തിൽ ഇങ്ങനെ നനഞ്ഞു കുതിരും. അത് വലിയ ഇറിറ്റേഷനാണ്. അതുകൊണ്ട് വള്ളത്തിനകത്ത് വെള്ളം വേണ്ട എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളത്തില് തിന്മകൾ കയറി കിടക്കാൻ പാടില്ല. 2 തരത്തിൽ കയറാൻ നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. നമ്മുടെ തന്നെ ചോർച്ചകളെ കൊണ്ട്, ആസക്തികളെ കൊണ്ട്, ബലഹീനത കൊണ്ട്, നമ്മുടെ തന്നെ സത്തയില്ലായ്മ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തിന്മകൾ വന്ന് കയറാം. വെറുപ്പും നീരസവും സ്വാർത്ഥതയും അമർഷവും ഇങ്ങനെയൊക്കെ ആസക്തികളെല്ലാം ആയിട്ട് അത് നമ്മൾ ചോർച്ച അടച്ചടച്ച് എടുക്കണം. ചോർച്ച മുഴുവൻ പെട്ടെന്നങ്ങ് അടഞ്ഞില്ലെങ്കിൽ പോലും അതിലൂടെ കയറുന്ന വെള്ളം നമ്മൾ തെപ്പിക്കളഞ്ഞുകൊണ്ടേയിരിക്കണം. വെള്ളം ഇതിനകത്ത് നിറഞ്ഞ് തിന്മ കൂടിക്കൂടി നമ്മൾ താന്നുകൊണ്ടിരിക്കും. നമ്മുടെ തന്നെ ലൈഫിൻ്റെ സ്വസ്ഥതയും പോകും. വെള്ളത്തിനകത്ത് നിൽക്കുന്ന യാത്രക്കാരെ പോലെ ആയിപ്പോകും. അതുകൊണ്ട് വെള്ളം അകത്ത് കയറാൻ സമ്മതിക്കരുത്. ഇനി കയറുന്നത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ എപ്പോൾ കയറിയാലും തെപ്പിക്കോരി കളയണം. അതാണ് ഈ കരുണക്കൊന്ത വഴി. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാട് ഈശോയാണ്. ആ കുഞ്ഞാട് നീക്കുമ്പോൾ കുഞ്ഞാടിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ അഴുക്കെല്ലാം കൂടെ. തെപ്പിക്കോരി കളയുന്ന പോലെ നമ്മുടെ ഇന്ന പാപങ്ങൾ, ആ പാപങ്ങൾ, ഈ പാപങ്ങൾ, ആ അസ്വസ്ഥത ഇതെല്ലാം ഈശ്വര പരിഹാര ബലിയിലേക്ക് ചേർത്ത് വെച്ച് പിതാവിന്റെ പകൽ കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല ഫ്രീ ആകും. വെള്ളത്തിനകത്ത് കയറാനുള്ള മാർഗങ്ങൾ ഓളം അടിച്ച് വേറെ ബോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ബോട്ട് പാഞ്ഞു പോകുമ്പോൾ കാറ്റടിച്ച് കയറുമ്പോൾ കുറച്ച് വെള്ളമകത്ത് കയറാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ, പങ്കാളി, കുടുംബാംഗങ്ങൾ, അയൽക്കാർ, സമൂഹത്തിലെ വ്യക്തികൾ, അധികാരികൾ, രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, സഭയിലെ അധ്യക്ഷന്മാർ, സഭ ശുശ്രൂഷകർ, ആരും ആട്ടെ, അവിടെ ചില പെരുമാറ്റങ്ങൾ ഭംഗിയല്ലാത്ത രീതിയിൽ നമ്മൾ കാണുമ്പം, നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പം ആ തിന്മകൾ നമ്മുടെ ലൈഫിലേക്ക് കയറിയിട്ട് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥ വരും. എന്ത് പരിപാടിയാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത്, ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തിന്മ കയറി. നമ്മൾ ചെയ്ത തിന്മയല്ല, വേറെ ആരുടെ തിന്മ ഓളം പഠിച്ച് കയറുന്ന വെള്ളം പോലെ, അതിനെ കളയണം. അപ്പം ഇതൊരു നിരന്തരം ചെയ്യേണ്ട പ്രക്രിയയാണ് വള്ളത്തിൽ യാത്ര ചെയ്യുന്നവർ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളത്തിലേക്ക് കയറുന്ന ഈ തിന്മകളെ നമ്മൾ ദിവസേന കളയണം. അത് എന്തുമാത്രം തെപ്പിക്കോരി കളയണം, എന്തുമാത്രം തിന്മ വന്ന് കയറുന്നുണ്ട് ഓട്ടോ വഴിയും മറ്റുള്ള ജീവിതം വഴിയും, അതനുസരിച്ച്
അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 9 കരുണക്കൊന്ത കരുത്താണ്, മനോഹരമാണ്. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. 9 എനിക്കൊരു മിനിമം. എൻ്റെ ശീലം അങ്ങനെയാണ്. ഈ നാളുകൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. കുറേ ബോധ്യം കിട്ടിക്കഴിഞ്ഞ ശേഷം അത് കുറഞ്ഞാൽ അതുപോലെയുള്ള പ്രത്യേക സാഹചര്യം ഒരു നിവൃത്തി ഇല്ലാത്തപ്പോൾ അത് കുറയേണ്ട വരുള്ളൂ. അല്ലെങ്കിൽ നിവൃത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുകളിലേക്ക് ചിലപ്പം എടുക്കും. 9 കഴിഞ്ഞാൽ പിന്നെ 21 കരുണക്കൊന്ത ചെല്ലുന്നത് എനിക്കൊരു ഇഷ്ടമാണ്, കരുത്താണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ഓർത്തുകൊണ്ട് വിശേഷമായ ശുശ്രൂഷകളൊപ്പം അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങാറുണ്ട്. ഒരു ദിവസം കൂടെ പ്രാർത്ഥിക്കാതിരിക്കുന്ന ദിവസം പ്രത്യേകിച്ചു അങ്ങനത്തെ കുറച്ച് പ്രാർത്ഥന. പിന്നെ സ്തുതിപ്പ് നമ്മൾ കണ്ട 1/2 മണിക്കൂർ സ്തുതിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴി കരുത്ത് എടുക്കണം. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ഒരു വളരെ രഹസ്യമായിട്ട് കാര്യം പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ ചോദിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സമയം തീരെ ഇല്ലാത്തവർ ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കാൻ ഒട്ടും സമയം കിട്ടുന്നില്ലാത്തവർ, ഒരു തരത്തിൽ ആഗ്രഹമുണ്ട്, ബോധ്യമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരു തരത്തിൽ നേരം കിട്ടുന്നില്ല വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് മാത്രം ഒരു സൂത്ര പരിപാടി, ഒരു പ്രതിപത്തി, ഒരു ബദൽ സംവിധാനം വേണമെങ്കിൽ പറഞ്ഞു തരാം എന്ന് ഞാൻ ചിലരോട് പറയാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഞാനത് ഈ വേദിയിൽ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ബോധ്യമുണ്ട്, പക്ഷെ സമയമേ ഇല്ല. അതുകൊണ്ട് എൻ്റെ വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് പകരം എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടെന്ന് പറഞ്ഞു തരാമോ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി മാത്രം ഞാനൊരു സ്വകാര്യമായിട്ട് പറയാം, ഒരു രഹസ്യം പകരം ചെയ്യാവുന്നത്. പ്രാർത്ഥിക്കാൻ ഒരു നേരവും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ പ്രാർത്ഥനയ്ക്ക് പകരം സ്നേഹമുള്ളവരെ ഉപയോഗിക്കാവുന്ന വേറൊരു കാര്യമുണ്ട്. അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കണം, പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈശോ കാണിച്ചു തന്നേനെ. ഈശോ ദൈവപുത്രൻ ഇതുപോലെ പരമപരിശുദ്ധന് ഭൂമിയിലേക്ക് വന്നത് എത്ര മണിക്കൂറുകളാണ് ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യം നമുക്കറിയാം. അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഉറക്കം തരുന്നിട്ടൊന്നുമല്ല, തലേദിവസം മുഴുവൻ അലച്ചിലാണ്. എന്നിട്ടും മർക്കോസ് 1:35 കാണാം. ലൂക്ക 5 ഒത്തിരി ആൾക്കാർ തിങ്ങിക്കൂടി ഈശോ അവരെ വിട്ടു വിജയപ്രദേശത്തേക്ക് പോകുന്നു. പ്രാർത്ഥന മുഴുകിയിരുന്നു. ലൂക്ക 6 വൈകുന്നേരമായപ്പോൾ മലമുകളിൽ കയറി നേരം വെളുക്കുവോളം ഒറ്റപ്പോളം കാണിക്കാതെ പ്രാർത്ഥിച്ചു. മത്തായി 14 രാത്രി 4 യാമം വരെ മലമുകളിൽ അപ്പസ്തലന്മാരെ പറഞ്ഞു വിട്ടിരിക്കുക പ്രാർത്ഥിക്കാൻ. രാവിലെ ഒരു 3:30-4 വരെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗസമേത്തോട്ടത്തിൽ ഒരു മലയിൽ താപൂർ, ഇങ്ങനെ പ്രാർത്ഥന. ഇത് ഈശോയ്ക്ക് ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്കിത് ആവശ്യമാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനയുടെ മനോഹരമായ മറ്റു രംഗമാണ് നമ്മൾ ഈ ഗസമേൻ തോട്ടത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു, ചോര വിയർത്തും പ്രാർത്ഥിച്ച ഈശോ, എനിക്കത് നല്ലൊരു സ്പർശനമാണ്. കാരണം ചോര വിയർക്കുന്നു എന്നിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ നല്ല അഭിഷേകമുള്ളപ്പം, നല്ല ചൈതന്യം തോന്നുമ്പം, ബാക്കി പണികളെല്ലാം തീർന്ന് നല്ല ഫ്രഷായി എന്നാൽ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ അനുഭവവും സുഖവും ഒക്കെ ഉള്ളപ്പം ചെയ്യുന്ന ഒരു ലക്ഷറിയുടെ കാര്യം പോലെ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് ആകാറുണ്ട്. എന്നാൽ അങ്ങനെ മാത്രമല്ല, നമ്മളത് കണ്ടു കഴിഞ്ഞ കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിലൂടെയൊക്കെ. ഒരു തരത്തിലും പ്രാർത്ഥിക്കാൻ മേല, ഭീകരമായ സഹനം, ഞെരുക്കം, ബുദ്ധിമുട്ടോ, വിഷമം, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എന്നിട്ട് പോകാൻ തോന്നുന്നു, നിർത്താൻ തോന്നുന്നു, സങ്കടവും വിഷമവും നിരാശയും എല്ലാം വന്ന് കയറുന്നു. അങ്ങനെ ഉള്ളിടത്തും നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. ഈശോ ഈ ഗസമേത്തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കയറുമ്പോൾ നമ്മൾ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലന്മാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് 3 പേരെ പ്രത്യേകം കൂട്ടിക്കൊണ്ട് കുറെ കൂടെ ദൂരം ഉള്ളിലേക്ക് ഗസമേത്തോട്ടത്തിൽ പോയി. അങ്ങനെ പോകുമ്പോൾ 37-ാം വാക്യം, അവൻ പത്രോസിനെയും സെബദേയും 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ദുഃഖം, അസ്വസ്ഥത കണ്ടോ, ഇത് നമുക്ക് മാത്രമല്ല ഈശോയ്ക്ക് പോലും ഉണ്ടായിരുന്നു ദുഃഖവും അസ്വസ്ഥതയും. ഈ അസ്വസ്ഥത പാപത്തിന്റെ ഫലമായ അസ്വസ്ഥതയല്ല, വെറുപ്പിന്റെ ഫലമായ അസ്വസ്ഥതയല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഭാവഭാരം, മറ്റുള്ളവരുടെ തിന്മ വഹിക്കേണ്ടി വരുമ്പോൾ ഉള്ള അസ്വസ്ഥതയുടെ അല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മയുടെ അനുഭവമാണ്. അവൻ അവരോട് പറഞ്ഞു, 38-ാം വാക്യം, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. മറ്റു വാക്കുകൾ പറഞ്ഞ എൻ്റെ അപ്പസ്തലന്മാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ചത്തുപോകുമെന്ന് എനിക്ക് തോന്നുക.
ഞാൻ കുഴഞ്ഞു വീണ് ചത്തുപോകും, മരിച്ചു വീഴാൻ മാത്രം മരണത്തോളം എത്തിയിരിക്കുന്നു. എങ്ങനെ? തീവ്ര ദുഃഖത്താൽ. ഇതുപോലത്തെ ഒരു അനുഭവം. അവിടെ ഈശോ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നമുക്കാണെങ്കിൽ ഒരു അസ്വസ്ഥത വന്നാല്, സങ്കടം വന്നാല്, മടുപ്പ് തോന്നിയാലും, ശരീരത്തിന് ക്ഷീണം വന്നാലും, രോഗം വന്നാല് നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ഒരു അന്നേരം എണീറ്റ് നമ്മൾ വിഷമിക്കും, സങ്കടപ്പെടും, പരാതിപ്പെടും, അസുഖം മാറുന്നില്ല, വേദന നീങ്ങുന്നില്ല, പറ്റുകയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫോൺ വിളിക്കും, അവരോട് പറയും, കൂടെ ഉള്ളവരോട് പറയും, താങ്ങിത്താ, തൂത്തുതാ, ധർമ്മിത്താ, എന്നെ കൂടെ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഇന്നലെ ഭയങ്കര ക്ഷീണമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്നാ ചെയ്യുന്ന യേശു? ഇങ്ങനെ പിന്നെ ഫോൺ വിളിച്ച് പറയും, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ. പിന്നെ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും, പിന്നെ എന്നാ ചെയ്യുന്നത്? ഒന്നും തോന്നുന്നില്ല. ഇച്ചിരി ബൈബിൾ വായിച്ചാലോ, എന്നാ ബൈബിൾ വായിക്കാനാ? മടുപ്പോ, തലവേദനയാണ്, പിന്നെ അങ്ങനെ വായിക്കാം. കൊന്ത ചെല്ലിയാലോ, കൊന്തയോ, തലവേദന കാരണം തലവേദന, പിന്നെ ഇപ്പം കയറി കിടക്കാം, പിന്നെ എങ്ങനെ കൊന്തയല്ല, ശ്രുതിച്ച് പ്രാർത്ഥിക്കുക, ശ്രുതി, പിന്നെ അങ്ങനെ പറ്റേ. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ആദ്യം മാറ്റി വെക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ ഈശോ ഭീകരമായ ഞെരുക്കം വരുന്നിടത്ത് നിർബന്ധമായിട്ട് മുറുകെ പിടിക്കുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് ഒരു വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഞാൻ പറഞ്ഞത്, ചോര വിയർത്തും അല്ല, ചോര വിയർത്തിട്ടും പ്രാർത്ഥിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മൾ വേർത്തൊഴുകുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്, കാല് അല്ല മുറിഞ്ഞ് ചോര ഒഴുകുകയാണ്, അനങ്ങാമൽ ആശുപത്രി കിടക്കുകയാണ്. എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാണാൻ വരുന്നവർ, മിണ്ടാൻ വരുന്നവരോട് നമുക്ക് ഒരുമിച്ച് ഇച്ചിരി കൊന്തയല്ല, അത്യാവശ്യം ഒന്ന് വിശേഷം ചോദിക്കുക, വിശേഷം കേൾക്കുക, പറയുക, പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർക്ക് നേരമുണ്ട്, അവർക്ക് പോണേ പോട്ടെ, നമ്മൾ രോഗിയായിട്ട് കിടക്കാന്ന് വിചാരിച്ചു, പിന്നെ അവരിയ്ക്കുക, അപ്പം നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാം, കൊന്ത ചെല്ല. അങ്ങനെ പറഞ്ഞ് കൊന്ത എടുത്ത് പിടിച്ച് ഈശോ കണ്ട അപ്പസ്തലന്മാരോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. 11 പേരുണ്ട്, അവിടെ പറഞ്ഞു. പിന്നെ 3 പേരെ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു, ഇത് തനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു ബോധ്യം നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് വേണം. മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. തീവ്രമായ പ്രാർത്ഥന, തന്നോട് തന്നെയുള്ള ബലപ്രയോഗം. സാഷ്ടാംഗം പഠിച്ചാൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വേറെ ഒരു പോക്കടോ ഇല്ല. സാഷ്ടാംഗം വീഴുക എന്ന് വെച്ചാൽ അടിയറവ് വെച്ചിരിക്കുന്നു, വേറെ എങ്ങോട്ട് പോകാനില്ല. എനിക്ക് അത് വേറെ ഒന്നും കാണാനുമില്ല, നോക്കാനും ചോദിക്കാനുമില്ല, ആശ്രയമില്ല, ഓരോ പോക്കടോ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. സാഷ്ടാംഗം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സകല അംഗങ്ങളും, ശരീരം മുഴുവനും അടിയറ വെച്ച് തമ്പുരാന്റെ മുമ്പിൽ കമിഴ്ന്ന് വീഴുക. ഇത് നമ്മുടെ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോഴും നമ്മൾ ഈ ഒരു ദുഃഖത്തിന്റെ 1-ാം രഹസ്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്ന്, ഈ ഒരു തീവ്രമായ പ്രാർത്ഥനയുടെ ശൈലി, ബോധ്യം, നമ്മുടെ തന്നെയുള്ള പോരാട്ടം. രണ്ടാമത്തേത്, അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ മാലാഖ വന്ന് ശക്തിപ്പെടുത്തി, ശക്തിപ്പെടുന്ന അനുഭവം. അവിടെ നമ്മൾ നന്മ നിറഞ്ഞ പറയേണ്ടാത്ത 17 നമ്മൾ ചൊല്ലി, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥന വഴി ശക്തിപ്പെടുന്നവരാകാൻ, പ്രാർത്ഥന വഴി ശക്തിപ്പെടുവാൻ തമ്മിലാണ് അപേക്ഷിക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും, ഞാൻ മരണത്തോളം അസ്വസ്ഥനാണ്, ഈശോ മരിക്കാൻ പോവുകയാണ്, ആ രാത്രി അറസ്റ്റ് ചെയ്യപ്പെടും, പിറ്റേ ദിവസം നേരമാകുന്നതിന് മുമ്പ് ഈശോ ശവമായി തീരും, ശവശരീരമാകും, മൃതശരീരം അങ്ങനെ ആവുമെന്ന് ഈശോയ്ക്ക് അറിയാം. പിറ്റേ ദിവസം 3 മണിയാകുമ്പോൾ മരിക്കും. മരണസമയമാണ് ഈശോയ്ക്ക്, മരണത്തിന്റെ ദിവസമാണ്. എന്താ ഈശോ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥന വഴി ശക്തി എടുക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പ്രാർത്ഥനയുടെ തീവ്രമായ ഈ ഒരു ചേഷ്ട, ഈ ഒരു പരിശ്രമം. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കും, പഴയ നിയമത്തിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ താബോറിലെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു, ഈശോ രൂപാന്തരപ്പെടുന്നു. അവിടെ 2 പേര് പഴയ നിയമത്തിന്റെ വക്താക്കൾ വന്ന് ഈശോയോട് സംസാരിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ. അത് മോശയും ഏലിയായുമാണ്. അതിപ്പറ്റി നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. ഈ 2 വ്യക്തികളും പ്രാർത്ഥനയുടെ തീവ്ര അനുഭവത്തിന്റെ, തീവ്ര പോരാട്ടത്തിന്റെ വലിയ യോദ്ധാക്കളാണ്. മോശയും ഏലിയായും. ഏലിയായെ കുറിച്ച് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തില് 18-19 അധ്യായങ്ങൾ പല സംഭവങ്ങളുണ്ട്. അതിൽ ഒരു സംഭവം ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് 41 തിരുവചനങ്ങളിലാണ്. അവിടെ നമുക്കറിയാം, ദൈവം ആഹാബ് രാജാവിന്റെ തിന്മ കൊണ്ട് കോപിച്ചു,
3.5 വർഷക്കാലം മഴ പെയ്തില്ല. ഏലിയ വഴി അറിയിച്ചു ദൈവം. അങ്ങനെ വരൾച്ച. അതിന്റെ അവസാനം ഏലിയ വീണ്ടും പത്രം രാജാവിനെ കണ്ടു. എന്നിട്ട് ബാലിന്റെ പുരോഹിതന്മാരെ എല്ലാം വാളിനിരയാക്കത്തക്ക രീതിയിൽ ഒരു ബലിയർപ്പണം കർമ്മലമലയിൽ വെച്ച് നടത്താനായിട്ട് ക്രമീകരിച്ചു. അതിനകത്ത് ബാലിന്റെ ആൾക്കാർ പരാജയപ്പെട്ട് അവരെല്ലാം വാളിനിരയാക്കി രാജാവരെ കൊന്നു കളഞ്ഞു. അത് കഴിയുമ്പോൾ ഏലിയ പറയും, മഴ പെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3.5 വർഷമായിട്ട് മഴത്തുള്ളി എന്ന് പറയുന്ന നാട്ടിലില്ല, മഴക്കാരെന്ന് പറഞ്ഞ ആകാശത്തില്ല. അതാണ് അവസ്ഥ. ഏലിയ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മലയിലേക്ക് കയറുകയാണ്. രാജാവേ, രാജാവേ, അങ്ങ് വേഗം കൊട്ടാരത്തിലേക്ക് വയ്ക്കൂ. എന്നിട്ട് ഏലിയ പ്രാർത്ഥിക്കാനായിട്ട് കയറി. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കർമ്മൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. ഇതൊരു പ്രത്യേക വിവരണമാണ്. നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരിക്കലും ഇരുന്നിട്ടുണ്ടാവില്ല. ഇരിക്കണമെന്നില്ല കേട്ടോ, പറ്റിയാലത്രയൊന്നും അങ്ങനെ ചെയ്യാൻ നോക്കിയേക്കാം. എന്താ സംഭവം? അവൻ മുട്ടുമടക്കി, മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞു. അപ്പോൾ മുട്ടുകുത്തി വെച്ചിട്ട് പുറകോട്ട് ഇരുന്ന് കാണും കാൽപാദങ്ങളിലേക്ക്, ഉപ്പൂറ്റിയിലേക്ക്. എന്നിട്ട് പിന്നെ മുന്നോട്ട് കുനിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇസഡ് പോലെ ശരീരമായി മുന്നോട്ട് കുനിഞ്ഞു. എന്നിട്ട് മുഖം കാൽമുട്ടുകൾക്കിടയിലേക്ക് അങ്ങ് ആഴ്ത്തി വെച്ചു. ഒട്ടകപ്പക്ഷി മണലിനകത്തോട്ട് തല കൊണ്ട് പൂഴ്ത്തി വെക്കുമെന്ന് പറയുന്ന പോലെ കാലുകൾക്കിടയിലേക്ക് മുഖം കൊണ്ട് പൂഴ്ത്തി വെച്ചു. അങ്ങനെ ഒരൊറ്റ ഇരിപ്പാണ്. ഇത് സാഷ്ടാംഗ പ്രണാമത്തിന് മറ്റൊരു അനുഭവമാണ്. ഏലിയ എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ഉത്തരവൊന്നുമില്ല. ഏലിയ അങ്ങനെ ചെയ്തു, പ്രേരണ കിട്ടിയിട്ട്. ആ ഇരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയിരിക്കുകയാണ്. തമ്പുരാന്റെ മുമ്പിൽ അടയിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും തമ്പുരാൻ പറഞ്ഞ് മഴ പെയ്യിക്കാം. എന്നാ പിന്നെ ഏലിയ, തമ്പുരാനെ ഞാനിതാ ബാലിന്റെ പ്രവാചകൻ പറഞ്ഞ വാളിരയായിട്ടുണ്ട്, എന്നാ മഴ പെയ്യിച്ചാലും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയാൽ പോരെ? അല്ല, ദൈവമാ പറഞ്ഞ മഴ പെയ്യും. പക്ഷെ ഏലിയ പ്രാർത്ഥിക്കണം. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഈ പുതിയ ഒരു പുസ്തകത്തില് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നേരിട്ട് നമുക്ക് വേണ്ടി ചെയ്യില്ല, നമ്മൾ ആവശ്യപ്പെടാതെ, സഹകരിക്കാതെ. ഇത് വളരെ മർമ്മപ്രധാനമാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കണം. അപ്പൊ ഏലിയ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ട് ഭൃത്യനോട് പറഞ്ഞു, ഗഹസി ഭൃത്യനോട് പറഞ്ഞ കടലിൽ പോയി, മലയുടെ അങ്ങേവശത്ത് പോയിട്ട് കടലിലേക്ക് നോക്കിക്കേ, മഴക്കാര് വല്ലതും വരുന്നുണ്ടോന്ന്, പൊങ്ങി വരുന്നുണ്ടോ, മഴക്കാര് കയറുന്നുണ്ടോന്ന്, മഴ പെയ്യാനാ പ്രാർത്ഥിക്കുന്നത്. ഗഹസി പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. ഏലിയ വീണ്ടും പ്രാർത്ഥന തുടരുകയാണ്. കുറേ നേരം കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഏലിയ വീണ്ടും തല നോക്കിയിട്ട് പറഞ്ഞു, ഭൃത്യനോട് പറഞ്ഞു, നീ പോയി നോക്കിക്കേ, മഴക്കാര് വല്ലതും ഉണ്ടോന്ന്. എന്നിട്ട് പോയി നോക്കിയിട്ട് അങ്ങനെ വന്ന് പറഞ്ഞു, ഇല്ല. ഏലിയ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യം പോയി നോക്കിക്കുക, മഴക്കാര് കയറി വരുന്നുണ്ടോ, മഴ വരാൻ. അവൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല പ്രഭോ. ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചു. 4-ാം പ്രാവശ്യം പറഞ്ഞു വിട്ടു, ഒന്നുമില്ല. 5-ാം പ്രാവശ്യം പറഞ്ഞു വിട്ടു, ഒന്നുമില്ല. 6-ാം പ്രാവശ്യം പറഞ്ഞു വിട്ടു, ഒന്നുമില്ല. ഏലിയ ഏറ്റുപോയില്ല. ഏലിയ ഏറ്റുപോയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. 7-ാം പ്രാവശ്യം പറഞ്ഞു വിട്ടു. അപ്പോൾ ഭൃത്യൻ വന്നിട്ട് പറഞ്ഞു, ഒരു കൈപ്പത്തിയോളം വലുപ്പത്തിൽ ഒരു മേഘം പൊങ്ങി വരുന്നുണ്ട്. ഈ വിശാലമായ ആകാശത്തിൽ ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിൽ ഒരു മേഘം എന്ന് പറഞ്ഞാൽ എന്നതാ. പക്ഷേ അത് കേൾക്കുമ്പോഴേ ഏലിയ ഭൃത്യനോട് പറയുകയാണ്, രാജാവിനോട് വേഗം ചെന്ന് പറ, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. വേഗം പോകാൻ പറ, മഴ ഇപ്പൊ തന്നെ പെയ്യും. അതുകൊണ്ട് ഇത്ര നിസ്സാരമായ ഒരു അടയാളം കണ്ടപ്പോൾ എനിക്കത് ബോധ്യമായി. അങ്ങനെയുള്ള ഒരു മഴയിലേക്ക് ആ നാടിനെ കൊണ്ടുവരുന്നത് പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കുന്നു. ഏലിയ എങ്ങനെ അറിഞ്ഞിരിക്കുകയാണ്, അടയിരിക്കുക പ്രാർത്ഥനയിൽ. അപ്പം ഞാൻ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോരോ കാര്യത്തിന് വേണ്ടി ഇതുപോലെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വശമുണ്ട്. അതേസമയം ഏതൊരു പ്രാർത്ഥനയിലും തമ്പുരാന്റെ തിരിഹിതമാണ് നമ്മൾ തേടേണ്ടത് എന്ന കാര്യം മറന്നേക്കരുത്. അച്ഛന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇരിക്കണോ, ശരി ഞാൻ എന്നാൽ ഇരിക്കാൻ പോവാണ്, ഈ സംഭവം നടന്നിട്ടേ കാര്യം നടന്ന് കിട്ടിയിട്ടേ ഇനി ഞാൻ എണീക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാഹസം കാണിക്കരുത്. നമ്മൾ ഈശോ കസരത്തിൽ പ്രാർത്ഥിക്കുന്ന സംഭവം നമ്മൾ ധ്യാനിക്കുന്നത്, അവിടെ ഈശോ കുടിച്ചത് കാര്യമുണ്ട്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണമേ. നമ്മളിതിൽ നേരത്തെ ധ്യാനിച്ചിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടമല്ല നമ്മളെപ്പോഴും നമ്മൾ വെക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറണം. ഇവിടെ ദൈവം ഏലിയോട് പറഞ്ഞിരുന്നു, മഴ പെയ്യാൻ സമയമായി, പെയ്യിക്കണം നീ. ഈ വരൾച്ചയുടെ അവസ്ഥ ആഹാബിന്റെ ജസമൽ രാജ്ഞിയുടെ തിന്മ വഴി നാട്ടിൽ കയറി കിടക്കുന്നത് ദൈവത്തിന്റെ കൃപാവര വർഷത്തിന് തടസ്സമാണ്. ആ തിന്മയെ നീ ദൂരീകരിച്ച് ദൈവത്തിന്റെ നന്മയെ നീ ഡൗൺലോഡ് ചെയ്തെടുക്കണം.
അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കും. അപ്പൊ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചാണ് ഏലിയ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് വേണം ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ. ദൈവത്തിന്റെ ഹിതം ആണോ അല്ലയോ എന്ന് തീർച്ചയില്ലാത്തൊരു കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കസമോർത്ത് ഈശോ ചെയ്തപോലെ സാധിക്കുമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തു തരണേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തന്നെ പറയാനുള്ള ബോധ്യം, വിശ്വാസത്തിന്റെ സന്നദ്ധത നമുക്ക് വേണം എന്ന കാര്യം ഓർമ്മിക്കണം. താപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയായും പിന്നെ മോശയുമാണല്ലോ ഈശ്വര പക്കൽ വന്ന് പ്രാർത്ഥനയിൽ സഹായം എത്തിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു മോശയും പ്രാർത്ഥനയുടെ വലിയ വക്താവാണ്. പ്രാർത്ഥനയുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ഒരു സംഭവത്തിൽ അഹ്റോനും ഹൂറുമൊത്തും പ്രാർത്ഥിക്കുന്നത് മോശയാണ്. മോശയുടെ മനോഹരമായ അനുഭവമാണ്. മോശ ശുശ്രൂഷ നിർവഹിച്ച മുഴുവൻ പ്രാർത്ഥനയുടെ കരുത്തെടുത്തുകൊണ്ടാണ്. മോശയുടെ ജീവിതത്തിൽ പ്രാർത്ഥന പലതരത്തിലുണ്ട്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, ഞെരുക്കുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ലാത്ത സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് കൂടെയുള്ള ജനത്തിൻ്റെ എതിർപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും മോശ അവലംബിച്ചിരുന്ന ഒരു പ്രാർത്ഥനാ മാർഗം ഈ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈശോ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചു. ഏലിയ ആയതുകൊണ്ട് ആ രീതി പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടു. മോശയിലേക്ക് വരുമ്പോൾ സംഖ്യയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു. പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, തേനും പാലും ഒഴുകുന്ന കാനാദേശത്തിൻ്റെ പടിവാതിക്കലേക്ക് ദൈവം ഇസ്രായേലത്തെ കൊണ്ടുവന്ന് മോശ വഴി 12 പേരെ ഈ കാനാദേശം ഒറ്റുനോക്കാനായിട്ട് ഓരോ ഗോത്രത്തിൽ ഓരോരുത്തർ വെച്ച് മോശ അയച്ചു. അവർ 40 ദിവസം ആരും അറിയാതെ ഈ തേനും പാലും ഒഴുകുന്ന കാനാദേശത്ത് ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് കേട്ട് നോക്കി ബോധ്യപ്പെട്ട് അവിടെ നിന്നുള്ള കുറച്ച് പഴങ്ങളും ഒക്കെ ആയിട്ട് മുന്തിരിക്കൊലകളൊക്കെ അടത്തിയെടുത്തിട്ട് അതിങ്ങനെ തോളത്ത് 2 പേര് കഴ വെച്ച് കെട്ടി അതിൽ തൂക്കി വാഴക്കൊല കൊണ്ടിരുന്ന പോലെ ആണ് കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. അതുപോലെ സമൃദ്ധി അങ്ങനെയുള്ള അതുമായിട്ട് തിരിച്ചവർ വന്നു ജനത്തിന്റെ പക്കലെത്തിയിട്ട്. പക്ഷേ ഈ 12 പേര് പോയവരിൽ ജോഷുവ, കാലബ് എന്ന് 2 പേര് ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു ഒന്നാം തര സ്ഥലമാണ്, പക്ഷേ അത് കീഴ്പ്പെടുത്തി നമുക്ക് സ്വന്തമാക്കിയെടുത്ത് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുകയേ വേണ്ട. അതുപോലെയുള്ള മല്ലന്മാർ അവിടെയുള്ള അതികായന്മാർ അവരെല്ലാവരും ഞങ്ങൾ അവിടെ വന്നിച്ചപ്പോൾ ഞങ്ങൾ വെറും വിട്ടിലുകളാന്ന് തോന്നി, ഞങ്ങളെപ്പറ്റി അവർക്കൊരു തോന്നിക്കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംഖ്യ 13 ഇവരിങ്ങനെ പറഞ്ഞു. പക്ഷെ ജോഷുവയും കാലവും പറഞ്ഞു ഒന്നാം തര സ്ഥലമാണ്, പക്ഷെ ദൈവം നമുക്കൊരു വെച്ച സ്ഥലമാണത്. അവർ വലിയ മല്ലന്മാർ, അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം നമുക്കൊരു വെച്ചതാണെങ്കിൽ നമുക്കതിനെ കീഴ്പ്പെടുത്തി സ്വന്തമാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇറങ്ങാം എന്ന് 2 പേര് പറഞ്ഞെങ്കിലും 10 പേരുടെ പറച്ചിലാണ് ജനം പ്രാധാന്യം കൊടുത്തത്. ഈ 10 പേര് പറഞ്ഞു ഇത് അവിടെ ഈ പരിപാടിക്ക് പോവുകയേ വേണ്ട, എത്രയും വേഗം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ പണ്ടത്തരം പറ്റിപ്പോ ഇവിടം വരെ എത്തി, ഇതുവരെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇനി അവിടെ പോയി നമ്മൾ തീരണ്ട, അവന്മാരുടെ മുമ്പിൽ വിട്ടുതീരപ്പെട്ട് നമ്മൾ തീരണ്ട. അവിടെ നമുക്കൊരു കാര്യം, ഏതെങ്കിലും മോശം പോട്ടെ, അങ്ങേരെ നമ്മളെ സഹായിക്കില്ല, വേറൊരു നേതാവ് നമുക്ക് തിരഞ്ഞെടുക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ഈജിപ്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞ് അങ്ങനെ രാത്രി ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഈ ജനത്തിനിടയിലുണ്ടായി. അതിന്റെ ബാക്കി പിന്നെ 14-ാം അധ്യായം 1-ാം ഭാഗത്തിൽ വായിക്കുകയാണ്. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു, പ്രത്യാശ കെട്ടവരായ പരിഭ്രാന്തി കയറിയവരായിട്ട് അവർ നിലവിളിച്ചു, വാവിട്ട് കാറി. അവർ മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമി കിടന്ന് ഞങ്ങൾ മരുഭൂമി വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് എന്തിനാ? ആ മല്ലന്മാരുടെ കഴിച്ചത് ഞങ്ങൾ വാളിനിരയാകുകയുള്ളൂ. ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങൾ ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ പരസ്പരം പറഞ്ഞ്, നമുക്ക് തലവനെ തെരഞ്ഞെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം. ഇത് കേട്ട് മോശ വിഷമിക്കുകയാണ്. പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല, കേൾക്കുന്നില്ല, ശ്രദ്ധിക്കാൻ തയ്യാറല്ല. മോശ നിന്നെ ഞങ്ങൾക്ക് വേണ്ടെന്നാ പറയുന്നത്. ഒരു നേതാവ് അനുഭവിക്കുന്ന ഭീകരമായ തിരസ്കരണത്തിന് നിസ്സഹായതയുടെ നിമിഷങ്ങൾ മോശ അനുഭവിക്കുക. മോശ എന്താ ചെയ്യുന്നത്? അടുത്ത വായിക്കാണ്. അപ്പോൾ മോശയും അഹ്റോനും അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ജനത്തിന്റെ മുൻപിൽ കമിഴ്ന്നു വീണു എന്ന് പറയുന്നത് ജനത്തിന്റെ കാലെ പിടിക്കുന്നു എന്നുള്ളതല്ല, ജനങ്ങളുടെ മുൻപിൽ വെച്ച് ദൈവത്തിന്റെ മുമ്പിൽ അവർ കമിഴ്ന്നു വീണെന്ന അർത്ഥം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കമിഴ്ന്ന്, ദൈവമേ ഒരു ഉത്തരം താ, ഒരു വഴി കാണിച്ചതാ. കമിഴ്ന്ന് വീണ് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 16-ാമത്തെ അധ്യായം സംഖ്യയുടെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 1 മുതൽ വാക്യങ്ങൾ വീണ്ടും മോശയ്ക്കും അഹ്റോനുമെതിരെ
ഒരു നീക്ക് മോശയുടെ സമൂഹത്തിലെ നേതാക്കന്മാർ 250 പേർ ഒരുമിച്ച് കൂടി മോശയ്ക്കെതിരെ സംസാരിക്കുകയാണ്. അവർ വന്ന് പറയുകയാണ്, നിങ്ങൾ അതിര് വിട്ടു പോകുന്ന മോശ, അഹറോൻ, സമൂഹം വന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്, കർത്താവ് ഓരോ മധ്യമുണ്ട്, പിന്നെ നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിൻ്റെ മീതെ നേതാക്കന്മാരായി ചമയുന്നു, ഞങ്ങളെ എന്തിനാ ഭരിക്കാൻ വരുന്നത്, എന്തിനാ തിരുത്താൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹപ്രവർത്തകരായി 250 നേതാക്കന്മാരുണ്ട്, അവരാണ് മോശയ്ക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 4-ാം വാക്യത്തിൽ വായിക്കണം, ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു എന്ന് വെച്ചാൽ എന്താ? അവരുമായിട്ട് തർക്കത്തിനില്ല, മല്ലിനില്ല, നിരാശപ്പെടാനും കരയാനുമില്ല, ബാഗ് എടുത്തുകൊണ്ട് സ്വന്തം വഴിക്ക് പോകാൻ അതുമില്ല. പിന്നെ എന്നാ? തമ്പുരാൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുകയാണ്. ഇതേ അധ്യായം തന്നെ വീണ്ടും നമ്മൾ അവനോട് വായിച്ചു വരുമ്പോൾ 45-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. 41 മുതൽ വായിക്കുമ്പോൾ, പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്ക് അഹ്റോനായി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് ജനത്തെ കൊന്നു എന്ന് വെച്ചാൽ മത്സരിച്ച ആൾക്കാർക്ക് ദൈവത്തിന് ശിക്ഷ കിട്ടി, കുറെ പേര് കൊല്ലപ്പെട്ടു, മരിച്ചു വീണു, അതേപറ്റി പറഞ്ഞാൽ പിന്നെ വഴക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് വേളം വെക്കുമ്പോൾ 45-ാം വാക്യം, ദൈവം വന്നവരേക്കും ദൈവത്തിന്റെ കോപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവം മോശയോട് പറഞ്ഞു, ഈ സംഭവത്തിൽ നീ മാറിപ്പോ, ഇപ്പൊ തന്നെ അവിടെ മേൽ ഞാൻ എൻ്റെ ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? മോശ ഓടി മാറുകയല്ല, മോശയും അഹ്റോനും കമിഴ്ന്നു വീണു. 45-ാം വാക്യത്തിന്റെ അവസാനം കമിഴ്ന്നു വീണ് തമ്പുരാന്റെ മുമ്പിലേക്ക്. അങ്ങനെ കമിഴ്ന്നു വീണുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴും പാറയിൽ നിന്ന് ജലം കൊടുക്കുന്ന സംഭവമാണ്. ജനം സിൻ മരുഭൂമിയിൽ എത്തുമ്പോൾ വെള്ളം കുടിക്കാനില്ലാതെ വിഷമിച്ചു. മോശയ്ക്കും അഹ്റോനും വരെ ഒരുമിച്ച് കൂടി ഒരു മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങള് മരിച്ചു പോയാൽ മതിയായിരുന്നു, ഇവിടെ കിടന്ന് വെള്ളവും ഇല്ല, ധാന്യവും ഇല്ല, ഒന്നുമില്ല, മന്ദിരപ്പഴവും ഇല്ല, മാതളപ്പഴവും ഇല്ല, എന്ത് കഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറുതലിക്കുമ്പോൾ 6-ാം വാക്യം, അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. സമാഗമ കൂടാരം, അത് ഈ 10 കൽപ്പനകളുടെ കൽപ്പലകൾ വെച്ചിരിക്കുന്ന ആ സാക്ഷ്യപേടകമുള്ള വെച്ചിരിക്കുന്ന കൂടാരമാണ്. ദേവാലയത്തിന്റെ ഒരു പ്രതീക അനുഭവമാണ്. അവിടെ കർത്താവിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. പ്രത്യേകം ഞെരുക്കം വരുമ്പോഴും ദൈവത്തിന്റെ ഹിതം അറിയുന്നിടത്തല്ല ഈ സമാഗമത്തിലേക്കാണ് മോശ പോയിരുന്നത്. അപ്പൊ അവിടെ ചെന്ന് കമിഴ്ന്ന് അങ്ങ് വീണു തമ്പുരാന്റെ മുമ്പിലേക്ക്. അങ്ങനെ മോശ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്കാണ് നിയമാവർത്തന പുസ്തകത്തില് സീനാമല മുകളിൽ 10 കൽപ്പന വാങ്ങിക്കാനായിട്ട് മോശ കയറി ചെല്ലുന്ന രംഗം വായിക്കുമ്പോൾ അവിടെ മോശ എന്താ ചെയ്ത് 40 ദിനത്തിൽ മലമുകളിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ്. 9-ാം വാക്യം, നിയമാവർത്തനം 9:9. മോശ പറയാണ്, കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പനകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 രാവും 40 പകലും അവിടെ ചെലവഴിച്ചു. കർത്താവ് തൻ്റെ കൈ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പനകൾ എനിക്ക് തന്നു. 40 പകലും 40 രാവും തിന്നുകയോ കുടിക്കുകയോ പോലും ചെയ്യാതെ കമിഴ്ന്ന് കിടന്നുവെന്ന് മോശ പറയുന്നതായി ഇവിടെ നമ്മൾ വായിക്കുന്നു. ഒരു പച്ചയായ മനുഷ്യനെ കൊണ്ട് അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നും പറയാൻ എനിക്കറിഞ്ഞുകൂടെ, ഞാൻ ആളല്ല. വചനത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈശോ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു എന്ന് നമ്മൾ പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നുണ്ട്. 40 ദിവസങ്ങളൊക്കെ ഉപവാസം പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനീ പറയുന്നത് കേട്ടാലും തീക്ഷ്ണത കയറി വെച്ചിട്ട് ഇന്ന് പോലെ അങ്ങ് ചെയ്തേക്കാൻ ചിന്തിക്കരുത്, വിവേകം കാണിക്കരുത്. വിവേകത്തോടെ വേണം നീങ്ങാനായിട്ട്. പക്ഷെ ഉപവാസം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യത്തിലുണ്ടെന്നുള്ള ഓർക്കുക. ഈ ബൈബിളിലെ വിശുദ്ധ വ്യക്തികൾ അങ്ങനെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കമിഴ്ന്ന് വീണ് കടന്നു 40 ദിനരാത്രങ്ങൾ തിന്നുക കുടിക്കുക പോലും ചെയ്യാതെ അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് മോശ താഴെ വന്നപ്പോഴാണ് കാളക്കുട്ടിയെ, സ്വർണ്ണക്കാളക്കുട്ടി ഉണ്ടാക്കിയ ആരാധന, അഴിഞ്ഞാട്ടം, വിഗ്രഹാരാധന. അത് മോശ വളരെ പരുഷമായിട്ട് അവിടെ പ്രതികരിച്ചു. ഈ കൽപ്പനകൾ വലിച്ചെറിഞ്ഞു, നിങ്ങൾക്കിത് വേണ്ട, സ്വീകരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രതികരിച്ച ജനത്തെ ആ കാളക്കുട്ടിയെല്ലാം തച്ചുടച്ച് അങ്ങനെ. അത് കഴിഞ്ഞ് ആ ഒരു ബഹളെല്ലാം കഴിഞ്ഞിട്ട് മോശ വീണ്ടും 2ാമത് തമ്പുരാൻ കയറിച്ചത്. കൽപ്പനകളും പൊട്ടിത്തേറിപ്പോയി. 10 കൽപ്പന കിട്ടിയതായിരുന്നു. അവൾ വീണ്ടും തമ്പുരാൻ ദൈവമേ ക്ഷമിക്കണേ, ഇങ്ങനെ സംഭവിച്ചു, ജനം അങ്ങനെ പെരുമാറി, ക്ഷമിക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ചെല്ലുകയാണ്. അതേപ്പറ്റി പറയുന്നത്, അതേപ്പറ്റി മോശം ബന്ധിക്കുകയാണ്.
കർത്താവ് നിങ്ങളുടെ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇരു പലകളും വലിച്ചെറിഞ്ഞു, നിങ്ങളുടെ കൺമുൻപിൽ വച്ച് അവ ഉടച്ചു കളഞ്ഞു. അനന്തരം മുൻപിലത്തേതുപോലെ 40 പകലും 40 രാവും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു. ജനമാണ് കുരുത്തക്കേട് കാണിച്ചത്, മോശയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവരോ അയൽവക്കത്തുള്ളവരോ വീട്ടിലുള്ളവരോ ആയിരിക്കും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പങ്കാളിയോ ആരെങ്കിലും. പരിഹാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രതിവിധി തേടേണ്ടത് ആത്മീയ ബോധ്യങ്ങളുള്ള ചുമതലയുള്ള നമ്മളാണ്. ജനം അഴിഞ്ഞാടി വിഗ്രഹാരാധന നടത്തി. മോശ 2ാം പ്രാവശ്യം മലമുകളിൽ കയറി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. മോശ പറയുന്നത്, അതുകൊണ്ട് ഞാൻ മലമുകളിൽ കയറി 40 രാവ് 40 പകൽ മുമ്പത്തെ പോലെ തന്നെ വീണ്ടും തിന്നി കൊടുക്കുക ചെയ്യാതെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. എന്നാൽ നിങ്ങളെ ശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്തെ കർത്താവ് ജ്വലിക്കുകയായിരുന്നു. അഹ്റോനെതിരായി കർത്താവ് കോപിച്ചു. അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്ന ഈ മോശ നമ്മൾ കാണുകയാണ് ഇവിടെ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കമിഴ്ന്ന് വീണു, സാഷ്ടാംഗം വീണു എന്നുള്ളത് ശരീരം കൊണ്ട് അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ ഉള്ളുകൊണ്ട് അതുപോലെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. നല്ല ബോധ്യം നമുക്ക് വേണം. ചോര വിയർത്തും പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് വേണമെങ്കിൽ ചോര വിയർക്കാൻ കാരണം എന്നതാ, തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും, ഭടന്മാർ വരും, പുരോഹിത ശ്രേഷ്ഠ നേതാക്കന്മാർ വരും, യൂദാസ് ഒറ്റുകൊടുക്കാൻ വേണ്ടി കൂടുതലുണ്ടാവും. പിന്നെ തന്നെ കാത്തിരിക്കുന്നത് ഭീകരമായ സഹനമാണ്. ചമ്മുറ്റി അടിക്കപ്പെടും, അവഹേളിക്കപ്പെടും, മുൾമുടി ധാരണം, കുരിശ്, പിടഞ്ഞു മരിക്കണം. ഇത് വ്യക്തമായിട്ട് ഈശോ അറിയുകയാണ്. ആ ഒരു ഞെരുക്കം, തീവ്ര ദുഃഖം, മണത്തോളമുള്ള അസ്വസ്ഥത ഒഴിവാക്കാൻ 2 മാർഗമുണ്ട് ഈശോയുടെ മുമ്പിൽ. എന്താണ്? ഒന്ന്, രാമാനം സ്ഥലം വിടുക. അപ്പസ്തലന്മാരെല്ലാം കിടന്ന് ഉറങ്ങുക, ആരും കാണാനില്ല, ആരും നോക്കിയിരിക്കുന്നില്ല, കാവലിരിക്കുന്നില്ല ആരും. ഈശോ പൂർണ്ണ സ്വതന്ത്രനാണ്. പയ്യെ എണീറ്റ് ആരോടും മിണ്ടാതെ ഒലുമരുടെ അങ്ങേ ചെരിവിറങ്ങി വിട്ടങ്ങ് പോയേക്കുക. പ്രശ്നം തീർന്നു. അങ്ങനെ വേണം ഈശോയ്ക്ക് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ മാർഗമുണ്ട്. എന്താണ്? 26 ഈശോ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചാൽ അവിടുന്ന് 12 വ്യൂഹം മാലാഖന്മാരെ അയച്ച് എന്നെ ഈ കശ്മലന്മാരിൽ നിന്ന് രക്ഷിക്കുകയില്ല എന്ന് നീ വിചാരിക്കുന്നുവോ? നിങ്ങൾ 12 കോന്തന്മാർക്ക് പകരം 12 സൈന്യ വ്യൂഹങ്ങളും എൻ്റെ മാലാഖന്മാർ ഇപ്പൊ ഇവിടെ എത്തും. ഞാൻ ഞാനൊന്ന് ആവശ്യപ്പെട്ടാൽ പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഇവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് മാറ്റി കൊണ്ടുപോകപ്പെട്ടാൽ ഇങ്ങനെ ഒരു ബലിയർപ്പണത്തിലൂടെ മനുഷ്യവർഗത്തിന്റെ രക്ഷ നേടിയെടുക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ നിറവേറും. അതുകൊണ്ട് ഞാനങ്ങനെ പ്രാർത്ഥിക്കില്ല. 54 വാക്യം, 53, 54 വാക്യങ്ങൾ മത്തായി 26. അങ്ങനത്തെ ഒരു മാർഗ്ഗ വിഷയം ഉണ്ടായിരുന്നു. ആ മാർഗ്ഗ വിഷയം ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ശക്തി എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു അറസ്റ്റ്, ക്രൂരമായ പീഡാസകനം, മരണം, അതിനെ മറികടക്കാനായിട്ട് ഉള്ള മാർഗം ഒന്നുകിൽ ഒഴിവാക്കുക. അത് 2 മാർഗ്ഗം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഒളിച്ചോടുക, അല്ല മലാഖമാരുടെ സഹായം എടുക്കുക. അത് ഈശോ എടുത്തില്ല, രണ്ടും അവലംബിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ശക്തി എടുക്കുകയാണ്. ശക്തി കിട്ടുന്ന വരെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞില്ലേ, കറവക്കാരൻ കറക്കാനായിട്ട് പശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പം കിടാവിനെ കൊണ്ട് ചെല്ലുന്നു. കിടാവിനെ അഴിച്ചു വിട്ട് പശുവിൻ്റെ അടുത്തേക്ക് വിട്ട് കിടാവ് ഇങ്ങനെ പശുവിൻ്റെ അകടിൽ പോയി ചപ്പിയും ഇടിച്ചും മുട്ടിയും തട്ടിയും എല്ലാം നിന്ന് പശു പയ്യെ പാല് ചുരത്തുന്നു. പാല് ചുരത്തി കിട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ കിടാവ് അനക്കമില്ല, ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയ്ക്ക് 2 ഘട്ടമുണ്ട്, രണ്ട് ഘട്ടങ്ങളുണ്ട്. നമ്മൾ പറയുകയുണ്ടാവും. ഒന്ന്, പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഒഴുകി വന്ന് പശുവിൻ്റെ കിടാവിലേക്ക് അകട്ടിലൂടെ പാലൊഴുകി വന്ന് കിടാവിൻ്റെ ദാഹം തീരുന്നു, പാനം ചേരിട വരുന്നു. അത് വരെയുള്ള സമയവും അത് നടക്കുന്ന സമയവും ഈ 2 അനുഭവമാണ്. പശുക്കിടാവ് ഈ പാല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥനാണ്, സമയമെടുത്ത് വയറ് നിറയ്ക്കും. അതുവരെ അസ്വസ്ഥനാണ്. അവരിങ്ങനെ തല ഇടിച്ചും മുല മാറി ചപ്പിയും കൈകാലും മാറ്റി ചവിട്ടിയും ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കറവക്കാരൻ നോക്കി നിൽക്കുകയാണ്. ഈ പശുക്കിടാവിൻ്റെ ഈ
അസ്വസ്ഥയുടെ ചേഷ്ടയെല്ലാം തീർന്നനങ്ങാതെ ചപ്പി കുടിക്കുന്ന അവസ്ഥ വരുമ്പം അങ്ങേർക്ക് മനസ്സിലാവും പാല് ചുരുത്താൻ തുടങ്ങി, പാൽ ഒഴുകി വരുന്നുണ്ട്. അപ്പോഴാ കിടാവിനെ വലിച്ചു മാറ്റിയിട്ട് കറക്കാൻ ചെല്ലുന്നത്. അപ്പൊ ഈശോയുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ഈ 3 പ്രാവശ്യം ഈശോ പ്രാർത്ഥിക്കാൻ പോയി സാഷ്ടാംഗം കിടന്നു, ഒന്നും കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം, പരിശുദ്ധാത്മാവാണ് ശക്തി കിട്ടുന്നില്ല, പ്രാർത്ഥന അനുഭവമേ ഇല്ല. ഫൗസ്റ്റീനായുടെ ഡയറി നമ്മൾ വായിച്ച് ഓർമ്മിക്കുന്നുണ്ട്, രാത്രിയിൽ ഒരു വ്യാഴാഴ്ച രാത്രി ആരാധനയ്ക്ക് പോയത് 1 മണിക്കൂർ ഒരു അനുഭവം ഇല്ല, വിരസതയോട് വിരസത. 2-ാമത്തെ മണിക്കൂർ വീണ്ടും തുറന്നിരുന്നു, ഒരു അനുഭവം ഇല്ല, ഇരട്ടി ഭാരം, ഞെരുക്കം, വിരസത, വരൾച്ച. 3-ാമത്തെ മണിക്കൂർ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് അനങ്ങാതെ നിന്നു, ഒരു ഒറ്റ വാക്കും ഉണ്ടാകും. ശരീരം ഇങ്ങനെ ഇരിക്കാനും ചാരാനും വേണ്ടി കെഞ്ചിക്കൊണ്ടേ ഇരുന്ന് ഭവിഷ്യം എഴുതിയിരിക്കുകയാണ്, പക്ഷെ വഴങ്ങിയില്ല. 3-ാമത്തെ മണിക്കൂർ പൂർത്തിയായപ്പോഴാണ് കൊഭ വഴിക്ക് വരുന്നത്, ഒരു ദർശനം കിട്ടുന്നതല്ല. ഈശോ ഇങ്ങനെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3-ാം പ്രാവശ്യം പോയി പ്രാർത്ഥന ചോദിക്കും. ഇവിടെ പ്രാർത്ഥിക്കൊന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് എണീറ്റ് അപ്പസ്തലന്മാരെ ചൊല്ലുകയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് 1 മണിക്കൂർ പ്രാർത്ഥിച്ചേ. അത് കഴിയുമ്പോഴാണ് നമ്മൾ ലൂക്ക 22 കാണുന്ന ആ വിശദാംശം. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു, ഈശോയെ ശക്തിപ്പെടുത്തി. ഈശോയിലെ ശക്തി നിറയാൻ തുടങ്ങി. ലൂക്ക 22:43 തിരുവചനം. അപ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, അവനെ ശക്തിപ്പെടുത്താൻ. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, ശക്തി ഒഴുകാൻ തുടങ്ങി. ഉടനെ പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. ലൂക്ക 43 വായിക്കാണ്, അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ശക്തി ഒഴുകി തന്നിലേക്ക് നിറയാൻ തുടങ്ങിയ അവസ്ഥയിൽ പ്രാർത്ഥനയിൽ തുടരുകയാണ്, തീവ്രമായ തീക്ഷ്ണതയിൽ. പശുക്കിടാവ് ചുരുത്തി കിട്ടുന്നവരെ അസ്വസ്ഥപ്പെട്ടായിരിക്കും. പാല് വായിലേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാലോ ഇട്ടിട്ട് പോകുമോ? ഇല്ല. അപ്പോഴും കൂടുതൽ ആർത്തിയോടെ ദാഹത്തോടെ ഇങ്ങനെ കുടിക്കുകയാണ്, നിറയുന്നിടം വരെ. അങ്ങനെ ഈശോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മലാഖ വഴി ലഭിക്കുമ്പോൾ അത് പാനം ചെയ്ത് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു, ശക്തി നിറഞ്ഞു. ആ അവസ്ഥയെ പിന്നെ എണീറ്റ് അപ്പസ്തലന്മാരുടെ പക്കൽ ചെല്ലുന്നു. പിന്നെ അവരോട് ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കാവോ? അടിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 22:46, മത്തായി 26 നമുക്ക് കാണാം. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവിൻ. അത് 40-ാം വാക്യത്തിലും പറയുന്നുണ്ട്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഈശോ പ്രാർത്ഥിച്ചാണ് പരീക്ഷ ഉൾപ്പെടാതിരുന്നത്. അല്ല, പരീക്ഷ ഉൾപ്പെട്ടാനെ. എന്താണ് പരീക്ഷ? ഈ കുരിശ് വേണ്ട, ഈ സഹനം വേണ്ട, പിതാവ് ദൗത്യം ഉപേക്ഷിച്ചേക്കാം. നമുക്ക് എത്രയോ അവസരങ്ങളിൽ ചിന്ത വരാറുണ്ട്, ഈ പരിപാടി നിർത്തിയേക്കാം. ഞാൻ പറയാറില്ലേ, എനിക്കൊരു സാത്താനായിട്ട് ചിന്ത, ഈ ഒരു ഓൺലൈൻ ധ്യാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല രീതിയിൽ സാത്താൻ എന്നെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവർത്തിച്ചുള്ള അനുഭവം, ഇത് നിർത്തിക്കളഞ്ഞാലോ മതിയാക്കിയാലോ എന്നാണ്. നിങ്ങൾ പലരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കിട്ടുന്നുണ്ട്, പേടിക്കണ്ട, നിർത്തില്ല, നമുക്ക് വിശ്രാമം നയിക്കുന്നത് കൊണ്ടുപോകും. അപ്പൊ ഈശോയ്ക്ക് കിട്ടിയ പ്രലോഭനം അത് തന്നെയാണ്, ഈ പരിപാടി നിർത്തിയിട്ട് നീ എഴുതുന്ന പോവും. അങ്ങനെ കുരിശ് ഒഴിവാക്കാൻ, കുരിശുവിനെ വേണ്ട. കേസരപരിപ്പിൽ വെച്ച് ഈ ഒരു ചിന്ത സാത്താൻ പത്രോസ് വഴി കൊടുത്തപ്പോൾ ഈശോ പക്ഷെ തന്നെ കരുത്തോടെ സാത്താനെ നേരെ മുൻപിരുന്ന് പോകും, നിന്നെ ചെയ്ത ദൈവികമല്ല മാനുഷികമാണ്. അന്ന് പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ച് പത്രോസ് പറഞ്ഞ കുരിശ് ഒഴിവാകട്ടെ എന്ന് പറയുന്ന ഒരു ആശയം മാനുഷിക സ്നേഹത്തിൻ്റെതാണെങ്കിൽ അത് സാത്താൻ്റെതാണെന്ന് വ്യക്തമാക്കി ഈശോ ഇന്ന് ഇവിടെ ഗെത്സമനേ അതേ കാര്യമാണ് പറഞ്ഞ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം കുരിശ് ഒഴിവാക്കിത്താ എന്ന് വെച്ചാൽ സാത്താൻ അന്ന് പത്രോസിലൂടെ കസരപരിപ്പിൽ വെച്ച് ഇത് നേരിട്ടാണ് ഈശോയുടെ മാനുഷിക തലം. ഈശോ എന്ന പച്ച മനുഷ്യൻ സാത്താന്റെ ശക്തമായ ആക്രമണത്തിന് ഇരയാവുകയാണ്. മതി, നിർത്തിയിട്ട് പോവും, വല്ല വഴിക്കും പോയി രക്ഷപ്പെടും. 30-31 വയസ്സല്ലേ ആയുള്ളൂ, ജീവിക്കാൻ നോക്ക്, എന്തിനാ പോയി ഇതുപോലെ ചാകുന്നത്, ആർക്ക് വേണ്ടിയിട്ടാ, വല്ലവരും ഇത് മാത്രം ഒരു ഉപകാരം എടുക്കാൻ പോകുന്ന വഴിയായിട്ട് ഒന്നുമില്ല എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സാത്താനിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞെരുകയാണ്. പ്രലോഭനം, പരീക്ഷ ഈശോയ്ക്കെതിരെ. അതിൽ ഉൾപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഈശോയ്ക്കും. ഉൾപ്പെട്ടു പോകാതിരിക്കാൻ ഈശോ എന്ത് ചെയ്തു? ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പസ്തലന്മാരുടെ നേർക്കും സാത്താന്റെ ആക്രമണം ഇതുപോലെ തന്നെയുണ്ട്, ഇതുപോലെ കട്ടിയ നേരിട്ടല്ലെങ്കിൽ പോലും. പക്ഷെ അവരെ പരീക്ഷയിൽ ഉൾപ്പെട്ടു പോയി. അതാണ് പത്രോസ് തള്ളി പറഞ്ഞു. ഒരിക്കലും ആഗ്രഹിച്ചല്ല. മരിക്കേണ്ടി വന്നാലും കരഗതി പോകേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല, ഉപേക്ഷിക്കില്ല, ആരെല്ലാം പോയാലും എന്ന് കരുത്തായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ലൂക്ക 22:33 വാക്യം പത്രോസ്. എന്നിട്ടും പത്രോസ് ഈശോയെ അറിയില്ല എന്ന് പറഞ്ഞ് ആണയിട്ട് ശപിച്ച് നിഷേധിച്ച് പറഞ്ഞു 3 പ്രാവശ്യം.
അങ്ങനെ തള്ളി പറയാനിട വന്നു. അതെങ്ങനെ സംഭവിച്ചു? ഒരു ബലഹീനത ആർക്കും ഉണ്ടാകാൻ മേലേ. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ബലഹീനത ആർക്കും വരാൻ മേലായൊന്നും ഇല്ലല്ലോ. പത്രോസിന് ബലഹീനത വന്നപ്പോൾ സംഭവിച്ചു പോയെന്നല്ലേ ഉള്ളോ? അങ്ങനെ അല്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഈശോ പറഞ്ഞു. എവിടെ പറഞ്ഞു? ലൂക്കാ 22 നമ്മൾ വായിക്കുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പ് പറയാനായിട്ട് 31 വാക്യം, സാത്താൻ ക്ഷമയോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴിക്കാൻ ഉദ്യമിക്കുന്നു. ഉണർന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഞാൻ നിനക്കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമായില്ല, നീയും പ്രാർത്ഥിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ദൈവം നേരിട്ട് കീഴ്പ്പെടുത്തുകയല്ല നമ്മുടെ ശത്രുക്കളെ. ദൈവത്തിന്റെ നന്മ നമ്മുടെ നേർക്ക് എപ്പോഴും ഉണ്ട്, കൃപ എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമാക്കി എടുക്കണം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോ പറഞ്ഞു പത്രോസിനോട്. അതുകൊണ്ടായില്ല. പത്രോസ് പ്രാർത്ഥിക്കണം, അപ്പസ്തോലന്മാര് പ്രാർത്ഥിക്കണം. അത് പത്രോസിന് സാധിച്ചില്ല, കിടന്നുറങ്ങി. ഈശോ എന്ന് അവരോട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ തനിക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടി കൂടിയാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ. സാധിച്ചില്ല, അവർ കൂർക്കം വരച്ച് ഉറങ്ങി. അവിടെ എന്ത് സംഭവിച്ചു? ആ തീ കായുന്നിടത്ത് പരിചാരികയുടെ വായിലൂടെ വന്ന ഒരു പരിഹാസത്തിന്റെ കമന്റ്, ഒരു ഭീഷണിയുടെ കമന്റ് കേട്ടപ്പോഴേ പത്രോസ് ഭയന്ന് ഞടുങ്ങി. ഞാൻ അവനെ അറിയില്ല എന്ന് ആണയിട്ട് പറഞ്ഞു, വീണുപോയി. അപ്പൊ ഈ ഗെത്സമനേ ഈശോയുടെ പ്രാർത്ഥന, സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു വലിയ പാഠം നമുക്ക് തരുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് ആഴപ്പെട്ടൊരു പാഠമാണത്. വെറുതെ ചോര വീർത്തു പാവ ഈശോ അതുമാത്രം കഷ്ടപ്പെട്ടു, ഒറ്റയ്ക്കായി പോയി, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ധ്യാനിച്ച് നിർത്തേണ്ട വിഷയമല്ലത്. നമ്മുടെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളുടെയും സഹനങ്ങളുടെയും നിസ്സഹായതയുടെയും ഒറ്റപ്പെടലിന്റെയും അനുഭവങ്ങൾ വരുമ്പോൾ ഇതുപോലെ ബാക്കി എല്ലാവരും അത്യാവശ്യം പറയേണ്ടോട് പറയുക, ചോദിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് നമ്മുടേതായ ഒരു പ്രാർത്ഥനാ പോരാട്ടത്തിന്റെ ശൈലി വേണം, ഒരു വേദി വേണം. ഈശോ കണ്ടെത്തുക ഇവിടെ. ഒരു കല്ലേറ് ദൂരെ എല്ലാവരും മാറി. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ അവസരങ്ങളിൽ എല്ലാവരിൽ നിന്നും മാറി തമ്പുരാന്റെ പക്കലേക്ക് കൊണ്ടുചേർത്ത് ഇതുപോലെ പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു അസുഖം വന്നു, ആശുപത്രി കിടക്കുന്നു, അസുഖം മൂർച്ഛിക്കുന്നു, ചിലപ്പോൾ ICUവിലാക്കി, അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ആരെല്ലാം ആശുപത്രി കിടക്കുമ്പോൾ രോഗിക്ക് നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര പേര് വന്ന് നിന്നാലും, അവരെത്ര തൂത്ത് തന്നാലും തിരുമ്പി തന്നാലും, നമ്മൾ ശരീരത്തിൽ അനുഭവിക്കുന്ന സഹനം, രോഗത്തിന്റെ അവസ്ഥ നമുക്ക് മാത്രമുള്ളതാണ്. ശകലമൊക്കെ ഒരു തൂത്ത് തരാൻ പറ്റും, വീശി തരാൻ പറ്റും, മരുന്ന് വെച്ച് തരാൻ പറ്റും, അതിനപ്പുറം ഒന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് പറഞ്ഞ പോലെ ഭവിഷ്യനെ പറഞ്ഞിരിക്കുന്നത്, ദീർഘനാൾ രോഗിയുടെ വ്യക്തി കിടക്കുമ്പോൾ ആ വ്യക്തി രോഗിയാണ് എന്നുള്ള കാര്യം പോലും മറ്റൊരു വിസ്മരിക്കും. പിന്നെ ആഴ്ചകളും മാസങ്ങളും രോഗത്തിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും ആർക്കും ഇത് മൈൻഡ് ചെയ്യാൻ. നമ്മുടെ പക്കലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ പറയും, ചെല്ലുമ്പോഴേ പറയും കേട്ടോ, നടുവേദനയോ വയറുവേദനയോ എന്ന് പറയും. എന്നാ ചെയ്യുന്നേ? അത്രേ ഉള്ളൂ. അവർക്ക് AC അല്ലെന്നാകും. രോഗമാണെന്ന് കേൾക്കുമ്പോഴെല്ലാം ഓടി വരും. അയ്യോ എന്നാ പറ്റി, ഉറങ്ങിയില്ലേ ഇന്നലെ, വേദനയാണോ, ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താലോ, അവിടെ പോയാലോ, ഇവിടെ ഞങ്ങൾ വരാം. 1 ദിവസം 2 ദിവസം 3 ദിവസം പിന്നെ അവരെ കിട്ടി. അവർക്ക് പറ്റിയല്ല, ആർക്കും പറ്റിയല്ല, ആരും കുറ്റപ്പെടുന്നില്ല, ആർക്കും പറ്റിയല്ല. പിന്നെ ഈ രോഗം മൂർച്ഛിച്ച് മരണകരമായ അവസ്ഥയിൽ ICUവിലൊക്കെ ഒരു കിടക്കുന്നു, അനങ്ങാൻ മേല. ദിവസത്തിൽ ഒരു സമയത്ത് ജനാലയിൽ കൂടെ പ്രിയപ്പെട്ടവരൊന്ന് കാണും കിടക്കുന്ന ആളിനെ, എന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈ കാണിക്കാതിരിക്കും. അത്രേ ഉള്ളൂ. ബാക്കി 24 മണിക്കൂറിന്റെ 23 മണിക്കൂറും 50 മിനിറ്റും നമ്മൾ തനിച്ച. നേഴ്സും ഡോക്ടറും കാണും. ഇപ്പോൾ കോവിഡിനകത്തങ്ങനെ പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യ ഷേപ്പ് കൂടെ കാണാൻ പറ്റത്തില്ല. ആൾക്കാർ കയറി അവർ മുഖത്ത് കണ്ണ് മാത്രമേ കാണത്തുള്ളൂ, കണ്ണിൽ പോലും പേടിയാണ്. അങ്ങനെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ പോലും നമുക്കുണ്ട്. പണ്ട് കുഷ്ഠം വരുന്ന ആൾക്കാർ സമൂഹം പ്രശ്നം ഏൽപ്പിച്ചിരുന്നു. അതുപോലത്തെ അവസ്ഥ കോവിഡിനകത്ത് പെടുന്ന ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ എന്താ നമുക്കൊരു കരുത്ത്? ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ മതി, യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ. എൻ്റെ സ്നേഹമുള്ള സഹോദരൻ, അതുവഴി ഒന്നും നേരം പോവുകയല്ല. നേരം പോകും, കുറച്ച് കളയാം. കുറച്ച് കഴിയുമ്പോൾ ചെകിടിക്കും. രോഗത്തിന്റെ തളർച്ച, ക്ഷീണം ഒരു വശത്ത്, മടുപ്പ് അങ്ങനെ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ആശ്വാസത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഈ വിലകെട്ട വീഡിയോകളും ഷെയറിങ്ങുകളും തമാശകളും വിവരണങ്ങളും, അതിനകത്ത് കുറെ തിന്മയുണ്ട്. അതിനകത്ത് തിന്മ, വ്യർത്ഥതയുണ്ട്, ഒത്തിരി തിന്മയുണ്ട്. നമ്മൾ വിനോദത്തിന് വേണ്ടി നേരം കളയാൻ വേണ്ടി സിനിമ കാണുന്നു, വീഡിയോ പരിപാടി ആസ്വദിക്കുന്നു. നേരം പോയി കിട്ടി അല്പം, അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ കുറെ അഴുക്കുകൾ കയറി കിട്ടി. ശരിയല്ലേ? നമ്മൾ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ കണ്ടതിൻ്റെ എല്ലാം ബാക്കി മനസ്സിൽ കിടക്കുകയാണ്. ഇനി എന്നാ ചെയ്യുന്നേ? മടുത്തു. ഇനി എന്നാ ചെയ്യുന്നത്? ബോറടിക്കുകയാണ്, പറ്റുകയാണ്. അതുകൊണ്ട് നമുക്ക് നിസ്സഹായതയും സഹനവും ഞെരുക്കവും വരുമ്പോൾ ഇങ്ങനെയുള്ള ആശ്വാസങ്ങളിലേക്ക് പോകരുത്.
നമ്മുടെ രോഗത്തിൻ്റെ നിസ്സഹായയുടെ ആശ്വാസമില്ലായ്മയ്ക്ക് പുറമേ നമ്മൾ ആശ്രയിക്കുന്ന കാര്യങ്ങളിലൂടെ വരുന്ന തിന്മയുടെ ഭാരം കൂടെ നമ്മിലേക്ക് വന്നിട്ട് നമ്മളെ തളർത്തിക്കളയും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇതാണ് മാതൃക. മോശ കണ്ടോ, എങ്ങോട്ട് പോകുന്നില്ല, കമിഴ്ന്ന് വീഴുകയാണ്. ഈശോയെ കണ്ടോ, ഒറ്റയ്ക്ക് എല്ലാവരും മാറി തമ്പുരാൻ സാഷ്ടാംഗം വീഴുകയാണ്. മരണത്തോളം അസ്വസ്ഥതയാണ്. സ്നേഹപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഭീകരമായ സഹനം, ഞെരുക്കം, ദുഃഖം, നിസ്സഹായത, ഒരു വഴി കാണുന്നില്ലാത്ത അവസ്ഥ, ഒരു പോക്കുടം ഇല്ലാത്ത അവസ്ഥ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എതിരാകുന്ന അവസ്ഥ, ആരും നമ്മളെ മനസ്സിലാക്കുന്നേ ഇല്ലാത്ത അവസ്ഥ, ഒരു വഴിയില്ല, നമ്മുടെ ജീവിതം തീർന്നു പോകുന്നു, മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നു, രോഗം കൂടി വന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല, ചികിത്സിക്കാൻ പണമില്ല, സഹായിക്കാൻ ആളില്ല, രാത്രി ഇതേ ഉറക്കമില്ല, നേരം പോകുന്നില്ല, സമയം പോകുന്നില്ല, നേരം വെളുക്കുന്നില്ല, പറയല്ലേ, രാത്രിയായാൽ നേരം വെളുത്താൽ മതി, നേരം വെളുത്താൽ മതി, രാത്രി ആയാൽ മതി, സമയം പോകുന്നില്ല, എന്നാ ഇവിടെ നിറഞ്ഞുകൂടാ, ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു ദീർഘമായ അനുഭവങ്ങളോ പെട്ടെന്ന് വരുന്ന അനുഭവങ്ങളോ അവയുടെ മുൻപിൽ തമ്പുരാൻ്റെ മുമ്പിലേക്ക് കമിഴ്ന്ന് വീഴാൻ, ശരീരം കൊണ്ട് അല്ലെങ്കിലും, ശരീരം കൊണ്ട് പറ്റുമോ അങ്ങനെ, അല്ലെങ്കിലും ഉള്ളുകൊണ്ട് അങ്ങനെ, എന്നിട്ട് നമുക്ക് ദൈവം തന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥനയെ തമ്പുരാൻ നമുക്കിലേക്ക് ചേർന്നിരിക്കുക, ശക്തി നിറച്ചെടുക്കുക. ആ ശക്തി നിറഞ്ഞിട്ട് ഈ അനുഭവങ്ങളിലൂടെ കരുത്തോടെ കടന്നു പോകുക. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഇത് മനോഹരമാണ്. നമ്മളെല്ലാവരും ഇത് ശീലിക്കണം. നമുക്ക് അമ്മയോട് ഈ ഒരു ബോധ്യത്തോടെ യോഗത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ദേവന്മാരുടെ രഹസ്യം ധ്യാനിക്കുമ്പോൾ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ചോര വിയർത്തും പ്രാർത്ഥിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥന വഴി ശക്തിപ്പെടുന്നവരാകാൻ, പ്രാർത്ഥന വഴി ശക്തി പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നമ്മളോട് അപേക്ഷിക്കണമേ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളുടെ ദിവ്യ സന്നിധിയിൽ ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അങ്ങ് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ ഗസമതോടത്തിലെ പ്രാർത്ഥനാ നിമിഷത്തെക്കുറിച്ച് അമ്മയുടെ പള്ളിക്കൂടത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ, ധ്യാനിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ ക്രൂഷ്യലായ നിർണായകമായ പ്രതിസന്ധികൾ നിറഞ്ഞ വഴി അടഞ്ഞതുപോലെയുള്ള നിസ്സഹായതയുടെ വല്ലാത്ത അനുഭവതര നിമിഷങ്ങളിൽ
ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്, ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അവയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അങ്ങയുടെ ദൈവത്തിലേക്ക് ഗെത്സമേൻ രംഗത്തിലേക്ക് നോക്കി ഞങ്ങളെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞെരുക്കത്തിൻ്റെയും വിഷമത്തിൻ്റെയും പല നിമിഷങ്ങളോട് ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് കുറേയേറെ വിശ്വാസ വിളിച്ചു പ്രാർത്ഥന ബോധ്യങ്ങൾ ശൈലി എല്ലാം ഉള്ളവരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. ഈശോയെ ഞങ്ങൾ ഏറ്റു പറയുന്നു. മറിച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും രോഗങ്ങളും വരുമ്പോൾ ഞങ്ങൾ ആദ്യം മാറ്റിവെച്ചത്, ഉപേക്ഷിച്ചത്, ഒഴിവാക്കിയത് പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേരം എടുക്കാതെ പരവേശപ്പെട്ട് അവിടെ ഇവിടെ എല്ലാം ഓടി, അവരെ ഇവരെല്ലാം പോയി കണ്ട് അവരിവിടെ എല്ലാം മിണ്ടിയും പറഞ്ഞും പരിതപിച്ചും ആദ്യ പങ്കുവെച്ചും അങ്ങനെ ഒരു വക മ്ലാനതയിലോ നിസ്സഹായതയിലോ ഭാരപ്പെടലിലോ ആണ്ടുപോയ കുതിർന്നു പോയ അവസരങ്ങളായി മാറി ഞങ്ങളുടെ ജീവിതത്തിലെ തീവ്രമായ സഹനത്തിൻ്റെ പ്രതിസന്ധികളുടെ നിമിഷങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങയുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അമ്മയുടെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കി ഞങ്ങൾ പഠിക്കട്ടെ. ചോര വിയർത്തും അങ്ങ് പ്രാർത്ഥിച്ചില്ലേ? ശക്തി അങ്ങയിൽ വന്ന് നിറയുന്നിടം വരെ, ശക്തി അങ്ങയിൽ പെടുന്നത് വരെ ഈശോയെ അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങയുടെ അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് അവതരിച്ചിരിക്കുന്നതാണ്. പ്രാർത്ഥനയെ ഈ ഒരു ബോധ്യത്തോടെ സമീപിക്കാൻ അങ്ങയുടെ ഒരു മുന്നോടി കൂടിയായിരുന്ന മോശ, ഏലിയ, ഈ വ്യക്തികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരായിരുന്നു. എത്രയോ പ്രാവശ്യമാണ് മോശ കമിഴ്ന്ന് വീഴുന്നത്. ഒന്നും പറയാനും മിണ്ടാനും ഇല്ലാത്തടത്ത് ജനത്തിൻ്റെ നടുവിൽ പോലും ഈശോയെ ഇതുപോലെ പ്രാർത്ഥിക്കാനുള്ള വരം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സഹനങ്ങളിൽ, ഞെരുക്കങ്ങൾ, രോഗങ്ങളിൽ, മരണസമയത്തും ഞങ്ങൾക്ക് വേണം. അമ്മേ, ഞങ്ങൾക്കത് വാങ്ങിത്തരണമേ. കർത്താവായ ദൈവമേ, കത്തോലിക്കാ സഭയിലെ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പല രൂപതര വാഗോൺ മണ്ഡല ധ്യാനകത്ത് നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ ദൈവികാരൻ്റെ സാന്നിധ്യം കാര്യങ്ങൾ സംഭവിച്ച ഞങ്ങളുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശ്ചര്യമായ ദാസനം കൊടുക്കുന്നു. വിശുദ്ധ അമ്മയുടെ ഇവിടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രദർശിച്ചു വെച്ചുകൊണ്ടും വിശുദ്ധ അന്തോനീസിൻ്റെ ശക്തമായ മാധ്യസ്ഥം ഉന്നയിച്ചവരൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ടും ഈശോയെ ഞങ്ങൾ നിൽക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോയ്ക്കൊപ്പം ദൈവരാത്രിയോട് ശേഖരിക്കാൻ പ്രാർത്ഥനകൾ സമർപ്പിച്ചും ത്യാഗങ്ങൾ കാഴ്ചവെച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.